ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: كن عالما أو متعلما أو محبا أو مستمعا فلا تكن خامسا. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم: يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسع الكرم. വഅലമു ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദിയിൽ ഉപവിഷ്ടരായ ബഹുനിരായ സയ്യിദവറുകളെ, മറ്റു പണ്ഡിത മഹത്തുക്കളെ, സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഉമ്മബങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. അൽഹംദുലില്ലാ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാ ഈ ഒരു സ്ഥാപനം 10 വർഷം പൂർത്തിയായി. ആ സ്ഥാപനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിച്ച വിദ്യാർത്ഥികൾ, ഉസ്താദന്മാർ, അൽഹംദുലില്ലാ ഹാഫിളീങ്ങളും ആലിമീങ്ങളും അവർക്കുള്ള സനദ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ വാങ്ങിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു നാഫിആയ ഇൽമ അവർക്കും നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അൽഹംദുലില്ലാ ഒരുപാട് നന്മകൾ ചെയ്യുവാനും ദഅവത്ത് നടത്തുവാനും നന്മകൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനും എല്ലാവർക്കും മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ അല്ലാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ സന്തോഷം ഈ സ്ഥാപനത്തിൽ വരുവാനും അൽഹംദുലില്ലാ അതിൽ പങ്കെടുക്കുവാനും എല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആരെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിച്ചവരുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതിലുപരിയായി ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായതിൻ്റെ താങ്ങും തണലുമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പ്രത്യേകിച്ച് സ്റ്റേജിൽ ഇരുത്തിയിട്ട് പറയുന്നത് നല്ലതല്ല. ബഹുമാന്യനായ സ്വാഗതം പറഞ്ഞ ആള് എൻ്റെ പ്രിയപ്പെട്ടവരെ മാസ്റ്ററിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞ ഒരു വാക്ക് അൽഹംദുലില്ലാ എത്രത്തോളം അതിനെ പറഞ്ഞാലും മനസ്സിലാകില്ല. ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടണം, എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകണം. ഒരുപാട് സമ്പത്ത് വാരിക്കൂട്ടുന്നതിനപ്പുറം അൽഹംദുലില്ലാ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല നന്മയാണ് അവിടെ നിന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. ഹാജിയാർ വളരെ മനോഹരമായ രീതിയിൽ അൽഹംദുലില്ലാ ഒരു സ്ഥാപനം തുടങ്ങുകയും ഇന്ന് 10 വർഷം അത് പൂർത്തീകരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ആനന്ദകരമായി, മനസ്സിന് വല്ലാത്ത കുളിർമയുണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. അൽഹംദുലില്ലാ ഈ കുട്ടികളൊക്കെ സനത് വാങ്ങുകയും ഹാഫിളീങ്ങളായ മക്കൾ അവരുടെ സനത് വാങ്ങുകയും ഇതൊക്കെ കാണാൻ വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാനും ശാരീരികമായി അത്ര നല്ല അവസ്ഥയിലല്ല. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ എത്ര നേരത്തെ നിർത്താനും കഴിയുമോ, പ്രത്യേകിച്ച് തണുപ്പൊക്കെ ഉണ്ട്, അതൊരു പ്രയാസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. അല്ലാഹു പറയുവാനും കേൾക്കുവാനും ആ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ്. ഈ ഭാഗത്തിരിക്കുന്ന ആൾക്കാർ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിരിക്കുക. എനിക്ക് നിങ്ങളെ മാത്രം ഒന്നാമത് കഴുത്ത് തിരിക്കാൻ കഴിയണില്ല. ഈ ഭാഗത്തിരിക്കുന്ന ആൾക്കാർ കുറച്ച് പേരൊന്ന് ഇപ്പുറത്തോട്ടിരിക്കണം. കുറച്ച് പേര് ഇപ്പുറത്തോട്ടൊന്ന് ഇരുന്നോളെ ഇൻഷാ അല്ലാഹ്.
ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ثم رضا النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاشد الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ആർക്കും ശബ്ദമൊന്നുമില്ല. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആരാണോ ഉറക്ക ആമീൻ പറയുന്നത്, ആ ആമീൻ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അപ്പൊ ആമീനൊക്കെ വന്ന വരക്കം കണ്ടോ? ഇപ്പൊ ആമീൻ വന്ന വരക്കം കണ്ടോ? വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും. വേണമെന്ന് വെച്ചാൽ ആമീൻ പറയാനൊക്കെ അറിയാം. അതങ്ങനെ അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഈ പറഞ്ഞ 10 സ്വഹാബികളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഇന്നത്തെ മജ്ലിസിലെ ദുആയിക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ജീവിക്കുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാലഘട്ടമല്ല, ഇന്നത്തെ സാഹചര്യം. കാലഘട്ടത്തിനെ കുറ്റം പറയാൻ പാടില്ല എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും രാവിലെ പത്രമാധ്യമം എടുത്ത് വായിച്ചു നോക്കിയാൽ ഓരോ ദിവസവും വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് ഇന്ന് വല്ലാത്ത അത്ഭുതമാണ് തോന്നുന്നേ. കൊലപാതകങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊലപാതകം എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമായി പത്രമെടുത്തു നോക്കിയാൽ ബറക്കത്തിന് എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന ഒരു വാർത്തയായി അത് മാറി. അതിലുപരിയായി മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു, കൂടെ പഠിക്കുന്നവർ കൂട്ടുകാരനെ കൊല്ലുന്നു. കഞ്ചാവും മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന, മനുഷ്യനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാ ഭാഗങ്ങളിലും ലഹരിക്ക് എതിരായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ പള്ളികളിലും മദ്രസകളിലും എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം അത് വ്യാപിച്ചിരിക്കുകയാണ്. അവിടെ പ്രായ വ്യത്യാസമൊന്നുമില്ല. അവിടെ വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ ഇന്ന് ലഹരി ജനങ്ങളിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഈ അടുത്ത മാസത്തെ, ഈ കഴിഞ്ഞ മാസങ്ങളിലെ കണക്കുകൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്ന് പിന്തിരിയണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടാകുമ്പോൾ അവരെ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങളിലെ കണക്കുകൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന കണക്കുകൾ. സാധാരണ വർഷങ്ങളിൽ മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണക്കുകൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ പറയുന്നത് ഈ പെൺകുട്ടികളാണ് അധികവും. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും വല്ലാതെ, കുട്ടികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ കുട്ടികൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ എല്ലാവരും അത്ഭുതത്തോടു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്.
അള്ളാഹു നമ്മുടെ യുവതലമുറയെ, നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് എവിടെ നോക്കിയാലും ക്യാമ്പുകളും ക്ലാസുകളും ബോധവൽക്കരണ ക്യാമ്പുകളും എല്ലാം നടത്തുകയാ ലഹരിക്കെതിരായി. ഈ കുട്ടികളെ ഒന്ന് നന്നാക്കി എടുക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം എല്ലാവരും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളെല്ലാം മറന്നു പോകുകയും വലിയ പരിഗണന കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവമുണ്ട്. എന്താണ് നമ്മൾ മറന്നു പോകുന്ന കാര്യം? നമ്മൾ പരിഗണിക്കാതെ പോകുന്ന കാര്യം? ഓരോ മഹല്ലുകളും വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് മഹല്ലുകൾ ക്യാമ്പുകൾ നടത്തുമ്പോൾ ലഹരിക്കും കഞ്ചാവിനും MDMA-നും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പ്രഭാഷണങ്ങളും ക്ലാസുകളും നടത്തുമ്പോൾ, അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹല്ലുകൾ മറന്നു പോകുന്ന ഒരു കാര്യം, ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പോകുന്നു എന്ന് ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറ, അവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ദീനുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് അറിയുന്നില്ല. അള്ളയാരാണ്, നബിതങ്ങൾ എന്താണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് മതബോധം വല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് മതമെന്ന് പറയുന്നത്, മരണത്തിനു ശേഷമുള്ള ജീവിതമെന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥയായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ വല്ലാതെ ഭയപ്പെടണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ലാതെ പോയിരിക്കുന്നു. അവർക്ക് സ്വർഗമോ നരകമോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. അവർക്കതൊക്കെ ഒരു കെട്ടുകഥകൾ കാണുന്നത് പോലെ അതൊക്കെ ഒരു സ്വപ്നലോകമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും വളരെ നിസ്സാരമായി തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മനസ്സിലാകണമെങ്കിൽ ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന, പ്രായപൂർത്തിയായ നമ്മളുടെ മക്കളുടെ മുമ്പിലേക്ക് നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഉസ്താദിന്റെയും പ്രഭാഷണം നിങ്ങൾ കേൾപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മക്കളെ പിടിച്ചടുത്തിരുത്തിയിട്ട് നിങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ മക്കളോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു നോക്ക്. ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർഗ്ഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത്. ആ സ്വർഗം നേടുന്നതിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഒരുപാട് നന്മകൾ ചെയ്യുന്നത്. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും ആ സ്വർഗത്തിലെ അനുഭൂതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. ഒരു സാധാരണ ഒരു മരം, പ്രത്യേകത ഒന്നുമില്ലാത്ത ഒരു മരം. ആ മരത്തെ കുറിച്ച് നബിതങ്ങൾ പറയുന്ന, ഒരു മനുഷ്യന് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ സഞ്ചരിക്കുകയാ. ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ച്, ആൺകുട്ടികളെയും പെൺകുട്ടിയെയും വിളിച്ചിരുത്തിയിട്ട് ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒരാഴ്ചയല്ല, ഒരു കൊല്ലമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, 100 വർഷം ഒരു മനുഷ്യന് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ അതാ തന്റെ വാഹനപ്പുറത്ത് സഞ്ചരിച്ചാൽ അവന് വിട്ടുകിടക്കാൻ കഴിയാത്ത വലിപ്പമുള്ള ഒരു മരം അല്ലാഹുവിന്റെ സ്വർഗത്തിലുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 100 കൊല്ലം ഒരു മനുഷ്യൻ തന്റെ വാഹനപ്പുറത്ത് സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് 10ാം ക്ലാസ്സിലും +1-ലും +2-ലും പഠിക്കുന്ന, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന നിങ്ങളെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഇത് പറഞ്ഞു കൊടുത്താ ഓ വാപ്പാടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ വാപ്പയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാ.
എന്ത് തെള്ളലാ വാപ്പ തെള്ളണ, ഇതൊക്കെ ഉള്ളതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കടോ. ഇന്നത്തെ കുട്ടികൾക്ക് ഇതിൽ വിശ്വാസമില്ലാതെ പോകുന്നു. നാളെ ഉമ്മ ഭക്ഷണം വെക്കുന്ന സമയത്ത് അടുക്കളയിൽ ഉമ്മയുടെ ചാരത്ത് വന്ന് നിൽക്കുന്ന പെൺകുട്ടിയോട് ഉമ്മ പറയുകയാ, മോളെ ഈ അടുപ്പത്ത് കത്തുന്ന തീയുണ്ടല്ലോ, ഇത് നരകത്തിലെ തീയുടെ 70% ഉള്ളൂ. നരകത്തിലെ തീയുടെ 70% ഈ അടുക്കളയിൽ കത്തുന്ന തീയെന്ന് ഉമ്മ തന്റെ മകളോട് പറഞ്ഞു കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ കുട്ടികൾക്ക് അത് വിശ്വാസമില്ല, അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതൊക്കെ കെട്ടുകഥയാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു വലിയ വിഷയമാണ്. പടച്ചവനെ, ദീനിൽ നിന്ന് ജനങ്ങൾ അകന്നു പോവുകയാണ്. എല്ലാവരും ദീനിൽ നിന്ന് അകലുകയാണ്. പടച്ചവനെ, നമ്മളെല്ലാവരും ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാ. ജനങ്ങൾക്ക് ദീനില്ലാതെ പോകുന്നു. വളർന്നു വരുന്ന യുവതലമുറകൾക്ക് ദീനില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രായമുള്ളവരുടെ ടെൻഷൻ എന്താണെന്നറിയോ? പ്രായമുള്ളവരുടെ ടെൻഷന് പടച്ചവനെ, ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ എവിടെ നോക്കിയാലും പടച്ചവനെ, മുസ്ലിമീങ്ങൾ അതാ അവിടെ നിന്ന് നാണം കെടുത്തുന്ന രീതിയിൽ പരിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിനെ തീവ്രവാദിയെന്ന് ഭീകരവാദിയെന്ന് മുദ്രകുത്തപ്പെടാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പ്രായമുള്ളവർക്ക് വല്ലാത്ത ഭയമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തിനാ വാപ്പാ നീ ദീനിന്റെ കാര്യം ഓർത്തിട്ട്, പരിശുദ്ധമായ ദീനിന്റെ വിഷയം ഓർത്തിട്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ മാതാപിതാക്കളോട് പറയുകയാ, നിങ്ങൾ ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ഈ ദീൻ അല്ലാഹുവിന്റെ മതമാണല്ലോ. ഈ പരിശുദ്ധമായ ദീൻ അല്ലാഹു ഉണ്ടാക്കിയതാണല്ലോ. ഈ ദീനിനെ നിലനിർത്താൻ അല്ലാഹുവിനറിയാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ദീൻ നശിച്ചു പോകുമെന്ന് നിങ്ങൾ ഒരാളും ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ ദീൻ ഇല്ലാതെ പോകുമെന്ന് നിങ്ങൾ ആരും പേടിക്കണ്ട. ഈ ദീൻ നിലനിർത്താൻ അല്ലാഹുവിനറിയാം. ഈ ദീനുണ്ടാക്കിയ പടച്ച റബ്ബിനറിയാം. ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ നിലനിർത്താൻ നമ്മളുടെ ഒരാളുടെയും ആവശ്യമില്ലാതെ അല്ലാഹുവിന് ഇത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അറിയുമടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണല്ലോ ദീനിന്റെ അടിസ്ഥാനം. ഖുർആനാണല്ലോ. ആ ഖുർആൻ ഇല്ലാതായി പോകും, ആ ഖുർആൻ നശിച്ചു പോകുമെന്ന് നമ്മൾ ആരും പേടിക്കേണ്ട സഹോദരാ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്ന് അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദീന് ലോകത്ത് നിന്ന് ഇല്ലാതായി പോകുമെന്ന് നീ ഭയപ്പെടണ്ട. അത് നശിച്ചു പോകുമെന്ന്, അത് കെട്ടുപോകുമെന്ന് ഒരിക്കലും നിങ്ങളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് നിലനിർത്തുവാൻ ആ ദീനുണ്ടാക്കിയ പടച്ച റബ്ബിന് തന്നെ അറിയാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഭൂമുഖത്ത് നിലനിർത്താൻ അല്ലാഹുവിനറിയാം. പിന്നെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ജീവിതത്തിൽ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ഈ പരിശുദ്ധമായ ദീനുണ്ടല്ലോ പടച്ചവനെ, കുടകിന്റെ പരിസരത്ത് മാത്രമല്ല ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും, കൊട്ടാരം മുതൽ കുടില് വരെ, പട്ടണം മുതൽ ഗ്രാമം വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് വ്യാപിക്കുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, ഈ വഅലുകൾ കാമന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, ദീനില്ലാതായി പോകുമോ? ഖുർആൻ നശിച്ചു പോകുമോ? മുസ്ലിമീങ്ങൾ ഇല്ലാതായി പോകുമോ എന്ന് പറയുന്ന ഒരു ഭയം നിങ്ങൾക്ക് ആർക്കും വേണ്ടടോ. അത് ഒരിക്കലും അല്ലാഹു അത് ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. പിന്നെ നീ ഭയപ്പെടേണ്ട വിഷയമേതാ? പിന്നെ
പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട വിഷയമേതാ? ലോകത്ത് ദീനില്ലാതെ പോകുമെന്നുള്ള ഭയമല്ല. നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്തെന്നറിയുമോ? നമുക്ക് ദീനില്ലാതെ പോകുന്നതിനെയാ. നമുക്ക് ദീനില്ലാതെ പോകുന്നടോ, നമ്മുടെ വീട്ടില് ദീനില്ലാതെ പോകുന്നടോ, നമ്മുടെ മക്കളിൽ ദീനില്ലാതെ പോകുന്നടോ, നമ്മൾ ദീനീ ബോധമില്ലാതെ ആയി പോകുന്നതിന് ഞാനും ഭയക്കണം, നിങ്ങളും ഭയക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയക്കേണ്ട കാര്യം അതാണ്. നമുക്കാണ് ദീനില്ലാതെ പോകുന്നത്. നമുക്ക് ദീനുണ്ടായാൽ പടച്ചവനെ, നമ്മുടെ മുൻഗാമികൾക്ക് ദീനുണ്ടായത് കൊണ്ടാണ്. അല്ലാഹുവേ, ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടപ്പോഴാണ് ജനങ്ങൾ മതത്തിലേക്ക് കടന്നു വന്നത്. ആരുടെയും വഴുത കേട്ടിട്ടല്ല, ഒരാളുടെയും പ്രഭാഷണം കേട്ടിട്ടല്ല. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ കടന്നു വരികയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പണ്ടൊരു കാലമുണ്ടായിരുന്നടോ, എന്റെ അയൽവാസി മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നെല്ലാം മാറിയല്ലോ. ഇന്ന് മുസ്ലിമിനെ കാണുമ്പോ ജനങ്ങൾ ഓടി ഒളിക്കാൻ നോക്കുകയാണ്. കാരണം മുസ്ലിമാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെ പോലെ ആകണമെന്നറിയുമോ? ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാകണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന സമയമാണല്ലോ. ഒരാള് കഅബയെ പോലെയാകണമെന്നാണ്, ഒരാള് കഅബയെ പോലെയാകണമെന്നാണ്. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ കൊതിക്കുന്നവരാ, യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാ. പടച്ചവനെ, നമ്മൾ അല്പ ലീവ് കിട്ടുമ്പോൾ, ഒരു വെക്കേഷൻ കടന്നു വരുമ്പോൾ, ഒരു ഞായറാഴ്ച കടന്നു വരുമ്പോൾ നമ്മൾ കറങ്ങാൻ പോകുന്നവരാണല്ലോ. നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, യാത്രയ്ക്ക് വേണ്ടി എവിടെ പോകണം? ഭർത്താവും മക്കളും ഒരുമിച്ച് കൂടുകയാണ്. അപ്പോഴാണ് ഒരാൾ പറയുന്നത് നമുക്ക് ഊട്ടിയിൽ പോകാം. അപ്പൊ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ പോയതല്ലേ, അതുകൊണ്ട് കൊടൈക്കനാലിൽ പോകാം. അവിടെ നമ്മൾ പോയതല്ലേ, എങ്കിൽ നമുക്ക് മൈസൂർ പോകാം. പോയ സ്ഥലത്തേക്ക് പിന്നെ പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. നമ്മൾ പുതുമ ഇഷ്ടപ്പെടുകയാണ്, മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കൊതിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ വിശുദ്ധമായ കഅബാലയത്തിൽ ഒരു പ്രാവശ്യമല്ല, 1 കോടി പ്രാവശ്യം ഒരു മനുഷ്യൻ പോയാലും അവന് മടുപ്പ് തോന്നുന്നില്ല. ഉംറയ്ക്ക് പോകാൻ ഒരു അവസരം കിട്ടുമ്പോ, ഹജ്ജിന് പോകാൻ ഒരു അവസരം ഉണ്ടാകുമ്പോ, ഞാൻ അവിടെ പോയതാണ്, അതുകൊണ്ട് അടുത്ത സ്ഥലത്ത് പോകാമെന്ന് ആരും പറയാറില്ല. എല്ലാവരും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആ കഅബയൊന്ന് കാണാൻ, ആ കഅബയൊന്ന് തൊടാൻ, ആ കഅബയുടെ കില്ല പിടിക്കാൻ, ആ ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, പടച്ചവനെ ആ കഅബ കണ്ടുകൊണ്ടൊന്ന് നിസ്കരിക്കാൻ, ആ കഅബാലയത്തിലേക്ക് പോകാൻ ജനങ്ങൾ കൊതിക്കുകയാണ്, ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കണ്ടാ മതി വരുന്നില്ല, പടച്ചവനെ ചാരത്തിരുന്നാ മതി വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കണ്ട മനുഷ്യനാണെങ്കിലും അവസാനം പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ വിടവാങ്ങലിന്റെ തവാഫ് നടത്തുമ്പോ, ഓരോ തവാഫ് കഴിയുമ്പോഴും അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിലൂടെ അവസാനം 7ാമത്തെ തവാഫ് നടത്തി കഴിയുമ്പോ അവന് കഅബയോട് സലാം പറയുന്ന ഒരു രംഗമുണ്ടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിനോട് പടച്ചവനെ സലാം പറയുന്ന ഒരു സമയമുണ്ടോ. ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകുന്ന സമയമാണ്. അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ്, അവന്റെ കൈകാലുകളൊന്ന് വിറയ്ക്കുകയാണ്. അവസാനം കഅബാലയത്തിൽ നിന്ന് വിട പറയുമ്പോ, വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ പടച്ചവനെ പിന്നെയും പിന്നെയും കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അവൻ അപ്പോഴും അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇനിയും എന്നെ ഇവിടെ എത്തിക്കണേ അല്ലാ.
അവസാനത്തെ സിയാറത്താക്കല്ലേ അല്ലാ. ഇനിയും എനിക്ക് വരണം പടച്ചവനെ, ഇനിയും എനിക്ക് കാണണം പടച്ചവനെ, ഇനിയും എനിക്ക് ചുംബിക്കണം പടച്ചവനെ, ഇനിയും എനിക്കൊരവസരം തരണേ എന്ന് ആ കഅബാലയത്തെ അവസാനമായി കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്തിട്ടാണ് വരുന്നത്. ഇതാണ് കഅബാലയത്തിന്റെ പ്രത്യേകത. ഇതാണ്, ഇതുപോലെയാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ കഅബാലയത്തെ പോലെയാണ്. പടച്ചവനെ ആരെങ്കിലും നബിതങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവനും മതി വരുന്നില്ലടോ. നബിതങ്ങളെ കണ്ടവന് പിന്നെയും കാണാൻ ആഗ്രഹമാണ്. നബിതങ്ങളോട് സംസാരിച്ചവർക്ക് പിന്നെയും സംസാരിക്കാൻ ആഗ്രഹമാണ്. നബിതങ്ങളുടെ കൂടെ ഇരുന്നവർക്ക് മടുപ്പ് വരുന്നില്ല സഹോദര, പിന്നെയും നബിതങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമാണ്. നബിയോടൊപ്പം യാത്ര ചെയ്തവരുണ്ടല്ലോ, അവർക്ക് പിന്നെയും നബിതങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹമാണ്. ഒരിക്കലും മടുപ്പ് വരുന്നില്ല, ഒരിക്കലും മുഷിപ്പ് തോന്നുന്നില്ല, ഒരിക്കലും മതി വരുന്നില്ല. അതാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അതാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ എല്ലും തോലുമായിരിക്കുകയാണ്. വല്ലാതെ ശരീരം മുഴുവനും തളർന്നു പോയിരിക്കുകയാണ്. എന്തോ മാരക രോഗം പിടിച്ചവരെ പോലെ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സൗബാൻ നിനക്കെന്തു പറ്റി സൗബാൻ? നിന്റെ പ്രയാസം എന്താണ് സൗബാൻ? നിനക്ക് എന്തെങ്കിലും രോഗമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രോഗമില്ല നബിയേ, എനിക്കൊരു പ്രയാസവുമില്ല നബിയേ. പിന്നെ എന്തുകൊണ്ടാണ് നീ എല്ലാം തോലുമായിരിക്കുന്നത്? നിന്റെ ശരീരം എന്തേ ഇത്ര ക്ഷീണിച്ചു പോയത്? സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, ടെൻഷനാണ് നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ. നബിതങ്ങൾ ചോദിക്കുന്നു, നിന്റെ ടെൻഷൻ എന്താണ്? അപ്പോഴാണ് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, നബിതങ്ങളെ കാണുമ്പോൾ, അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോൾ, അങ്ങയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, എനിക്ക് വല്ലാത്ത ആനന്ദമാണ് നബിയേ. പക്ഷേ അങ്ങയെ കാണാതെ വന്നാ വല്ലാത്ത ടെൻഷൻ വരുന്നു നബിയേ. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. ഇതാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുണമാണ്. കണ്ടാ മതി വരുന്നില്ല, കണ്ടാ കൊതി തീരുന്നില്ല, സംസാരിച്ചാ പിന്നെയും സംസാരിക്കാൻ തോന്നുകയാ. കൂടെ നടന്നാലും കൂടെ ഇരുന്നാലും പിന്നെയും കൊതിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം ഇതാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതം ഇതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കണ്ടാൽ ജനങ്ങൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. ഒരു മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാണ്, സ്വഹാബത്തിന്റെ ജീവിതം അങ്ങനെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യമനിലെ രാജാവാണ് സുമാമ. യമൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവാണ് സുമാമ. പടച്ചവനെ, സുമാമയ്ക്ക് അല്ലാഹുവിന്റെ ദീനിനോട് വല്ലാത്ത വെറുപ്പാണ്, നിബിധങ്ങളെ വല്ലാത്ത വെറുപ്പാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ നോക്കിയവനാണ് സുമാമ. നിബിധങ്ങളെ കൊല്ലാൻ നോക്കിയടോ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിബിധങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. നിബിധങ്ങളെ കൊല്ലാൻ പറ്റാതെ വന്നതിന്റെ ദേഷ്യത്തില് ഒരുപാട് സ്വഹാബികളെ കൊല്ലുകയാണ്. പടച്ചവനെ, സുമാമ എന്ന് പറയുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്, ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അവന്റെ ഉപദ്രവവും അവന്റെ ശർറും സഹിക്കാൻ പറ്റാതെ വന്നപ്പോ നിബിധങ്ങളെ പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ് നിബിധങ്ങൾ പറഞ്ഞ മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുമാമ, അല്ലാഹുവേ,
സ്വഹാബത്ത് തിരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം മദീനയിൽ പാതിരാത്രിയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. അസമയത്തൊരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സംശയമാണ്. ഇവൻ അല്ലാഹുവിന്റെ ദീനിന് അനുകൂലമാണോ, ഇവന് നമ്മുടെ ദീനിന്റെ ശത്രുവാണോ? അവന്റെ ചോദ്യങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും സ്വഹാബത്തിന് സംശയമുണ്ടാക്കുകയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാണ്. നിബിതങ്ങൾ വരട്ടെ, അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് തീരുമാനിക്കാം. പടച്ചവനെ, സുബഹി നമസ്കാരത്തിന് വേണ്ടി നിബിതങ്ങൾ കടന്നു വന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഇന്നലെ പാതിരാത്രി അസമയത്ത് ഒരു മനുഷ്യനെ കിട്ടി നബിയേ. അവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ, ഇസ്ലാമിന്റെ ശത്രുവാണോ ഞങ്ങൾക്കറിയില്ല നബിയേ. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോയടോ. ആ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യനാരാണെന്ന് നിബിതങ്ങൾ ചെന്ന് നോക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത് ആരെയാണെന്നറിയുമോ സഹാബാ? യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. ഇസ്ലാമിന്റെ ഒരുപാട് ഉപദ്രവമുണ്ടാക്കിയ, നിബിതങ്ങളെ കൊല്ലാൻ പോയ, സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ സുമാമയാണ് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത്. സ്വഹാബത്ത് കൊതിച്ചു പോവുകയാണ്. എന്നോടെങ്ങാണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവനെ കൊല്ലാറ് അല്ലാഹുവിന്റെ റസൂൽ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഓരോ സ്വഹാബിയും കൊതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിബിതങ്ങളുടെ മറുപടി കേൾക്കാറ് കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ സ്വഹാബാ? ഒരാളും തൊട്ടുപോകല്ലേ സ്വഹാബാ, ഒരാളും തൊട്ടുപോകല്ലേ സ്വഹാബാ. വാളുകൊണ്ടാണ് പരിശുദ്ധമായ ദീൻ വളർന്നെന്ന് പരിഹസിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, കാശ്മീരിൽ 27 പേരെ വെടിവെച്ച് കൊന്ന വാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നവരുണ്ടല്ലോ. മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നവരുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയുമോ? ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നത്, ഒരാളെ കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ മതം. കൊലപാതകത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭീകരവാദമാകട്ടെ, തീവ്രവാദമാകട്ടെ, ഒരാളെയും പ്രയാസപ്പെടുത്തരുതെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കണം സഹോദര. റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന് ഉപദ്രവമായിട്ട് റോഡിൽ ഒരു കല്ല് കിടന്നാൽ, ഒരു കമ്പ് കിടന്നാൽ, ഒരു കുപ്പിച്ചില്ല് കിടന്നാൽ അതെടുത്തു മാറ്റുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ. റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് ഉപദ്രവമായി കിടക്കുന്ന ഒരു കല്ലെടുത്തു മാറ്റിയാൽ അവൻ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മതമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരാളെ കൊല്ലാൻ കഴിയില്ല, ഒരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അവൻ ജീവിക്കുന്ന രാജ്യത്തിനെതിരായി പ്രവർത്തിക്കാൻ കഴിയില്ല. അവൻ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവനല്ല, അവൻ അനുസരണയുള്ളവനാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ അനുസരണയുള്ളവനാണെന്നാ. അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവനാ, നിബിധങ്ങൾ പറയുന്നത് അനുസരിക്കുന്നവനാ. അതുകൊണ്ട് ഒരാളെയും കൊല്ലുന്നവനല്ല, ഒരാളെയും വേദനിപ്പിക്കുന്നവനല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പരിഹസിക്കുന്നവര്, അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നവര്, അല്ലാഹ്
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ വീട് നീ മുകളിലേക്ക് ഉയർത്തിക്കെട്ടാൻ പാടില്ല. അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണെങ്കിൽ നീ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീൻ. അയൽവാസിക്ക് ഉപദ്രവമാകുമെങ്കിൽ അവന്റെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണ് 2 നില വീട് വെക്കുന്നതെങ്കിൽ നീ 2 നില വീട് വെക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ദീൻ. ആ ദീനിന്റെ അനുയായികളെ പരിഹസിക്കുന്നവരുണ്ടല്ലോ. അറിയാത്തത് കൊണ്ടാ സഹോദരാ, നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എവനെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടാ പോരാ. പഠിക്കണേ സഹോദരാ, പഠിക്കണേ സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ജദാ കാശ്മീരിൽ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയത്. ആ മനുഷ്യന്റെ പൊന്നാര മകള് പറഞ്ഞ വാർത്ത എന്തെന്നറിയുമോ? പത്രക്കാരോട് ആ പെങ്ങള് പറയുകയാ, കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. എനിക്ക് സ്വന്തം അച്ഛൻ മരിച്ച പൊന്നുമോള് പത്രക്കാരോട് പറയുകയാണ്, എനിക്ക് കാശ്മീരിൽ പോയപ്പോ മുസാഫിറും ഷമീർ എന്ന് പറയുന്ന 2 കൂടപ്പറപ്പുകളെയാ കിട്ടിയത്. അഭിമാനത്തോടുകൂടി പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന പള്ളിയുടെ മിനാരത്തിലൂടെ പടച്ചവനെ അക്രമത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. ഓടി വന്നത് മുസ്ലിമീങ്ങളാണ്. പടച്ചവനെ സ്വന്തം ജീവിതം പോലും നോക്കാതെ അതാ ശത്രുവിന്റെ മുമ്പിലേക്ക് ചാടി വീണിട്ട് സ്വന്തം ജീവിതം പോലും പടച്ചവനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തതും മുസ്ലിമായിരുന്നു. ആ സമുദായമാണെന്ന് പേരുദോഷം കേൾക്കുന്നത്, ആ സമുദായത്തെയാണ് ഇന്ന് ആക്ഷേപിക്കുന്നത്. എന്നാൽ പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ, തീവ്രവാദിക്ക് ഒരിക്കലും മതമില്ലടോ. തീവ്രവാദിക്ക് മതമില്ല. അവൻ മതത്തെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ, മതത്തിന്റെ ഒരു വാചകം അറിയുമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇതുപോലെ ജോലി ചെയ്യാൻ തയ്യാറാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ദീനെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? പടച്ചവനെ, നബിതങ്ങളെ കൊല്ലാൻ വന്ന ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ അവനെയാണ്, ആ സുമാമയാണ് പള്ളിയിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഒരാളും ഒന്നും ചെയ്തു പോകരുത്, ഒരാൾ പോലും സുമാമയെ തൊട്ടു പോകരുത്. എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാ. ഒരാളും അവിടെ നിന്ന് തൊട്ടുപോകരുത്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം കൊടുക്കണം, ഒരിക്കലും പട്ടിണിക്കിടരുത്. നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം കൊടുക്കണേ, നിങ്ങൾ കുടിക്കാൻ ആടിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണേ. ആരോടാ? സ്വഹാബത്തിനോട് പറയുകയാണ്. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണമെന്ന് നബി തങ്ങൾ പറഞ്ഞ മനുഷ്യനെ കയ്യെ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, തൊട്ടുപോകരുത്, ഭക്ഷണം കൊടുക്കണേ, പാല് കൊടുക്കണേ. നിബിതങ്ങളൊന്നും മിണ്ടിയില്ലടോ. സ്വഹാബത്ത് നിബിതങ്ങൾ പറഞ്ഞത് കാരണം അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവര് പുറത്തു കാണിച്ചില്ല. അവര് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാ, പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാ. ഒരു ദിവസം കഴിഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയുടെ ചാരത്ത് നിന്നിട്ട് നിബിതങ്ങൾ ചോദിക്കുന്നു, മാദാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ, സുഖമാണോ സുമാമ? സുമാമ പറയുന്നു, മുഹമ്മദേ, എനിക്ക് സുഖമാ. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. എന്നെ വെറുതെ വിട്ടാ നിനക്ക് വേണ്ട പണം മുഴുവനും ഞാൻ തരാ മുഹമ്മദ്. സുമാമയുടെ മറുപടിയാണ്. നബിതങ്ങളൊന്നും മിണ്ടാതെ പോവുകയാണ്. 2ാമത്തെ ദിവസമെത്തി. നബിതങ്ങൾ അപ്പോഴും ചോദിക്കുന്നു, സുമാമ, സുഖമാണോ? മുഹമ്മദേ, സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, ഇല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് ആവശ്യമുള്ളത് മുഴുവനും ഞാൻ തരാ സുമാമ. നിബിതങ്ങൾ മിണ്ടാതെ പോവുകയാണ്. 3ാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, മാദാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ? സുമാമ പറഞ്ഞ മറുപടി തന്നെയാണ് പറയുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ,
അടിച്ചുവിട് സഹാബ, അഴിച്ചുവിട് സ്വഹാബ. സ്വഹാബത്ത് അവിടെ അഴിച്ചു വിടുകയാണ്. സുമാമ സ്വഹാബത്തിന്റെ മുമ്പിലൂടെ ചിരിക്കുന്ന മുഖത്തോട് അവിടെ നിറങ്ങി നടക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാ. അതാ സുമാമ മുന്നോട്ട് നടക്കുകയാണ്. പടച്ചവനെ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചു. എന്നിട്ട് തന്റെ വസ്ത്രമങ്ങ് മാറുകയാണ്, കൈകാലുകൾ കഴുകുകയാണ്. എന്നിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇലാ ഹളറത്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മടങ്ങി വരികയാ. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് സുമാമ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് സുമാമ പറഞ്ഞു, നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അങ്ങയുടെ മുഖമാണ്. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടേതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാണ്. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് മദീന എന്ന് പറയുന്ന നാടാണ്. യാ റസൂലല്ലാഹ്, എന്തൊരു ജീവിതമാ നബിയേ, എന്തൊരു സ്നേഹമാ നബിയേ, എന്തൊരു അനുസരണയാ നബിയേ. ഇത് കണ്ടിട്ട് ഞാൻ മുസ്ലിമായില്ലെങ്കിൽ ഇനി ഏത് കാലത്താ ഞാൻ നന്നാകുന്നത്? എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുവോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവനെ കാണുമ്പോ ജനങ്ങൾ ഓടി വരികയാണ്, അവനുമായി സംസാരിക്കാൻ, അവനുമായിട്ട് സഹകരിക്കാൻ, അവനുമായി യാത്ര ചെയ്യാൻ, അവന്റെ കൂടെ താമസിക്കുവാൻ, അവന്റെ അയൽവാസിയാകാൻ. ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച ജനങ്ങൾ നമ്മളെ തേടി വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ദീനില്ലാത്തതിനെ പേടിക്കണം സഹോദരാ, ദീനില്ലാതെ പോകുന്നതിനെ ഭയക്കണമടോ. ഇന്ന് നമുക്ക് ദീനില്ല, നമ്മുടെ വീടുകളിൽ ദീനില്ല, നമ്മുടെ ഭാര്യമാർക്ക് ദീനില്ല, നമ്മുടെ മക്കൾക്ക് ദീനില്ല, നമ്മുടെ കുടുംബം ദീനില്ലാതെ പോവുകയാണ്. അതുകൊണ്ടാണ് യുവതലമുറ ഇങ്ങനെ തകർന്നു പോകുന്നത്. ഇവര് പതാ അടിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടക്കുന്നത് അതുകൊണ്ടാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരെ, അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട് മോനെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കേട്ടേ പറ്റു സഹോദരാ. അല്ലാഹുവിന്റെ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കണേ, നിങ്ങളൊന്ന് കേൾക്കണേ. നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതം മാറുമടോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ ഉറപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഈമാനുള്ള ഒരു മരണം തരണേ തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ടവര്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ബക്കറ്റുണ്ടോ? ഇല്ലേ? അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങൾ കൊടുത്തതൊന്നും ഇന്ന് വരെ നഷ്ടമായിട്ടില്ല. അല്ലാഹുവേ, ഇന്ന് പടച്ചവന് ശൈഖുനിയുടെ കയ്യിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ സനത് വാങ്ങുന്നത് കണ്ടില്ലേ? അതാരുടെ മക്കളാ? നിങ്ങളുടെ മക്കളാ. നിങ്ങൾ കൊടുത്ത ഭക്ഷണമാണ് കഴിച്ചത്. പടച്ചവനെ, നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാണ് ഇവിടെ പലതും ചെയ്തത്. പടച്ചവനെ, ഹാജി
ഹാജിയാര് സ്ഥലം കൊടുത്തു. പടച്ചവനെ ബിൽഡിംഗ് ആയില്ലേ? ഈ മക്കള് നിങ്ങളുടെ മക്കളാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ച ഹാഫിളീങ്ങളുണ്ടല്ലോ, എല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. പടച്ചവനെ ഇപ്പൊ പരിപാടി നടത്തുന്നതും സ്ഥാപനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരികയാ. ഒരാളുടെയും 5 നയാ പൈസ അള്ളാഹുവിന് ആവശ്യമില്ല. നിനക്കാണ് ആവശ്യം, നമുക്കാണ് ആവശ്യം, നമുക്കാണോ ആവശ്യം. നമ്മൾ കൊടുത്താ നമുക്കാണ് പ്രയോജനമുള്ളത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അസ്വദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുകയാണ്, ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്, അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്. പടച്ചവനെ, അതാ ഹാജിയാരുടെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ കൂടപ്പറപ്പിന് ഒരു ആക്സിഡന്റ് പറ്റി. പടച്ചവനെ, ആഴ്ചകളോളം വെന്റിലേറ്ററിലായിരുന്നു. ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇപ്പോഴാണ് പറഞ്ഞത്, ഉസ്താദ് നിങ്ങളുടെ വയല് കേൾക്കുന്ന ഒരു പൊന്നുമോര് കാലിന് വല്ലാത്ത പ്രയാസമാ, ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്, അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്. അതുമാത്രമല്ല, രോഗങ്ങളില്ലാത്തവര് കുറവാണല്ലോ. പലരും പറയുന്ന, ഉസ്താദേ എന്ത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. വല്ലാത്ത വേദനയാ, വല്ലാത്ത പ്രയാസമാ. രോഗം മാറണോ വാപ്പാ? രോഗം മാറണോ പെങ്ങളെ? ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ഇരിക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. ഇപ്പൊ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പൊട്ടം കളിക്കും, അത് വേറെ വിഷയം. എടോ, ഈ ഇരിക്കണേ എല്ലാവർക്കും അറിയാം, സദഖ വിപത്തുകളെ തട്ടിമാറ്റും. എടോ, ഏത് രോഗത്തെയും മാറ്റാൻ കഴിവുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്ക്, ഇന്ന് വയല് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് വീണു, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, ആര് വേണമെങ്കിലും വീഴാം. നിങ്ങളൊന്ന് തെറ്റി താഴെ വീണു, തലയൊന്ന് പോയി അടിച്ചു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടുപോയി. ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു നേരെ മംഗലാപുരത്തോട്ട് പൊക്കോളാൻ. അങ്ങനെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ കണ്ണൂരേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ വയനാട് ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് ഐസിയുവിനകത്ത് കിടക്കട്ടെ. നേരെ ഐസിയുവിനകത്ത് കയറ്റി കിടത്തി. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു, ഇത്തിരി പ്രശ്നമാണ്, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, സർജറി വേണ്ടി വരും. സഹോദര, നാളെ രാവിലെ നിങ്ങളുടെ മകൻ ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദ് ചോദിച്ചു, എന്തേ മോനെ? ഉമ്മ പറഞ്ഞു വിട്ടതാ ഉസ്താദെ, ഉമ്മ പറഞ്ഞു വിട്ടതാ ഉസ്താദെ. എന്തേ മോനെ? വാപ്പച്ചി ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് തലയടിച്ചിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഐസിയുവിൽ കിടക്കുകയാ. ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഉസ്താദെ, ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ ഉമ്മ തന്നു വിട്ടതാ. മുത്തഅല്ലിമീങ്ങളൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഒന്ന് ദുആ ചെയ്തിട്ട് എൻ്റെ വാപ്പാനെ രക്ഷപ്പെടുത്തണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതേ പറഞ്ഞ് ഈ പൈസ ഉമ്മ തന്നതാണ്. പൈസ കൊടുത്തിട്ട് പറയുന്ന ദുആ ചെയ്യാൻ. അപ്പം നിനക്കറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ക്യാൻസറിൻ്റെ ടെസ്റ്റിന് അയച്ചാൽ എന്തും നിങ്ങൾ കൊടുക്കും. ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ബയോപ്സിക്കൊന്ന് അയക്കണം. പടച്ചവന് റിസൾട്ട് വരുന്നത് വരെ പള്ളിക്കും മാദ്രസയ്ക്ക് എന്തിനൊക്കെ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ കൊടുക്കും. അപ്പം എല്ലാവർക്കും അറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. നബിതങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദഖ കൊടുത്ത് ചികിത്സിക്കും. അതുകൊണ്ട് ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട, ആ ബക്കറ്റിൻ്റെ അകത്ത് ഉള്ളതിൽ പങ്കെടുത്തിട്ട് അള്ളാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബക്കറ്റുമായിട്ട്